പ്രശ്നമില്ല, അമ്മയൊന്നും പറയുന്നില്ല. എൻ്റെ സന്തോഷം അമ്മേൻ്റെ സന്തോഷം. എന്തിപ്പോ അമ്മ നമ്മൾ രണ്ടാളെയും അമ്മ ആശീർവദിക്കണം. അമ്മ അങ്ങനെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഇവിടെ നമുക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു. അമ്മ അനുഗ്രഹിക്കണം. അമ്മ അനുഗ്രഹിക്കണം. ലേഡീസ് ഇങ്ങനെ മുഷ്ടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ സ്ഥലമില്ലടാ, കുറച്ചങ്ങോട്ടേക്ക് ഇത് ഇങ്ങനെയൊന്നും അല്ലടാ. ഹായ്, അപ്പൊ ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇങ്ങനെ ഒരു ചിരിയെല്ലാം വരുന്നുണ്ട് അല്ലേ? ഇപ്പൊ അന്നത്തെ ആ ഒരു ചെറിയ ചെക്കനും പെണ്ണനും അല്ലേ അല്ലേ? ഏത് ഒരാള് രാവിലെ സ്കൂളിൽ പോയിട്ടുണ്ട്, ഓട്ടോറിക്ഷയിൽ കയറ്റി അയച്ചു. ഒരാൾ ഉറങ്ങുന്നുണ്ട്, ചെറിയ കുട്ടിയാ. അപ്പൊ നമ്മളെ മറ്റന്നാള് വെഡിങ് ആനിവേഴ്സറി ആണ്. നമുക്ക് 17-ാം തീയതി നമ്മളെ വെഡിങ് ആനിവേഴ്സറി. 10ാമത്തെ വർഷമായിട്ടാ. അതെ, നമ്മള് 10 വർഷമായി. 10 കൊല്ലായി ചേട്ടാ നമ്മൾ ഒന്നിച്ചിട്ട്. ഞാൻ ആദ്യം ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു കവി എൻ്റെ കൂടെയുള്ള 10 വർഷം? ഞാനല്ലേ ആദ്യം ചോദിച്ചിന്. അങ്ങനെ ഒപ്പിക്കുന്നു, അങ്ങനെ പോകുന്നു. അല്ല 10 വർഷം എങ്ങനെയുണ്ട് എൻ്റെ കൂടെ 10 വർഷം? കുഴപ്പമില്ല, ചോദിക്കണ്ടേനുട്ടോ അത്, ഞാനും അങ്ങനെ പറയണ്ടേനു. 10 വർഷം എന്ന് പറഞ്ഞാല് പോയതേ നമുക്ക് അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ വിജോട്ടിനോട് പറയുന്നത് 10 കൊല്ലായല്ലേ. ശരിക്കും അത്ഭുതമാണ് കേട്ടോ, അത് 10 വർഷമായാ. അതെ, ഇന്നലെ കഴിഞ്ഞ പോലെയാ ഉള്ളത് കല്യാണം. പിള്ളേരെ കാണുമ്പോൾ അത് ഓർമ്മയില്ല കേട്ടോ. അപ്പോ 10 വർഷമായി. അതെ, അപ്പോൾ നമ്മളിന്ന് എന്ന പരിപാടി എന്ന് പറയാം, അത് ആദ്യം പറയാം നമുക്ക്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് 10 വർഷമായല്ല, അപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പഴയ ആ ഡ്രസ്സിൽ നമ്മളൊന്ന് ആകാൻ വേണ്ടി പോകുന്നത്. ഒരു 4 വർഷം മുമ്പ് നമ്മൾ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒന്നും കൂടി അങ്ങനെ അതുപോലെ എന്ന് വെച്ചാൽ ആ ഒരു ഓർമ്മ രീതിയിലുള്ളതുകൊണ്ട് അങ്ങനെ ആക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ വേറെ ഒന്നും മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നമുക്ക് അന്നേരം മേക്കപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മള് അതേ ഡ്രസ്സെല്ലാം ഒന്നും ഇടാനുള്ള പരിപാടി. കവി ഇന്നലെ ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്ലൗസ് എല്ലാം ഇട്ട് നോക്കുമ്പോൾ ഭയങ്കര ടൈറ്റ് ആണ് കേട്ടോ. ഞാനും അന്നേരം വിളിഞ്ഞിട്ടല്ലേ ഞാനിപ്പോ, പിന്നെ പ്രസവിച്ചിട്ടുള്ള തടി വന്നില്ലേ. അപ്പോ അതുകൊണ്ട് അറിയില്ല എങ്ങനെയല്ലേ നോക്കാം നമുക്ക്. അതെ, അതുകൊണ്ട് ഞാൻ ചെറുങ്ങനെ വിടുത്തി വെച്ചിട്ടുണ്ട്. വിടുത്തി വെച്ചിട്ടുണ്ട് പറഞ്ഞാല് അത് നൂലെല്ലാം അയച്ചിട്ട് കുറച്ചുകൂടി ലൂസാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലേ. 5 വർഷം, ഈ കഴിഞ്ഞ 5 വർഷം നമ്മള് വീഡിയോയിൽ നമ്മളെ കുടുംബം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിന് മുമ്പുള്ള 5 വർഷം കവി എങ്ങനെയാണ്? 5 വർഷം ഒന്നും പറയാനില്ല, ഭയങ്കര കഷ്ടപ്പാടെങ്കിലും ചേട്ടൻ്റെ എന്താ പറയണ്ട ഭയങ്കര ഒരു ഇതല്ലേനു. എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും അങ്ങനെ. എന്തായാലും നമ്മള് ആ ഒരുമിച്ച് എനിക്ക് കവിൻ്റെ ഇതിൽ ചെല്ലേ നമ്മളെ അറിഞ്ഞ് നമ്മളെ ആ ഒരു മനസ്സറിഞ്ഞിട്ട് നമ്മളെ കൂടെ വയ്ക്കുന്ന ഒരാളാണ്. നമുക്ക് പറഞ്ഞാൽ കിട്ടുക പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്, പുണ്യമാണ്, എന്താ പറയേണ്ടതല്ല. അപ്പോൾ നമ്മൾ അതുപോലെ ഒരാളെ കിട്ടിയില്ല. നമ്മളെന്താന്ന് അന്ന് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കവി ഇപ്പോൾ ഉള്ളത്. ആ ഒരു നമ്മൾ ഒരുമിച്ച് വന്ന സമയത്ത് ആ കവി അങ്ങനെ തന്നെ ആ ഒരു അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ്. നമ്മളെ വീട്ടിലെ നമ്മളെ അമ്മ അതേപോലത്തെ ഒരു സ്പെഷ്യലായിട്ട് ആളെ ഞാൻ കണ്ടത്. അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും, ഓരോ ആൾക്കാരും. ഇപ്പം നമ്മൾ വീഡിയോ കാണുന്നവരായാലും എല്ലാവരും അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഭയങ്കര കിട്ടുന്ന പറഞ്ഞാലും അതേപോലെ തന്നെയാണ്. നമ്മൾ പോയ വീട്ടിൽ എങ്ങനെയാണ് എന്നാണ്, പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ആൾക്കാർ എങ്ങനെയാണ് ഒന്നും അറിയില്ലല്ലോ, എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന്. അപ്പോൾ ആ ഒരു പെണ്ണ് എന്തെല്ലോ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഒരു വീട്ടിലേക്ക് വരിക. അപ്പം അങ്ങനെ വന്നേരം വെച്ചാൽ അങ്ങനെ വന്നയച്ചാൽ പിന്നെ നമ്മൾ ആ വീട്ടിലെ പോലെ തന്നെയാണ് കേട്ടോ. വിചാരിച്ചായാലും ചേച്ചിമാരായാലും അമ്മയായാലും എല്ലാവരും ഒരേപോലെ. ആ ഒരു സന്തോഷം പിന്നെ അത് ഇപ്പോൾ വരയ്ക്കും അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ആ വീട് വേറെ ഈ വീട് വേറെ ആയിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ എൻ്റെ 10 വർഷം മുമ്പുള്ള കല്യാണ സാരി ഒന്ന് പൊടി തട്ടിയെടുക്കാം. പൊടിയുണ്ട് ഞാൻ മാറിയേക്കാം. ഇല്ല, പൊടിയൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞുള്ളൂ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ. അപ്പൊ കല്യാണ സാരി 2 സാരി ഉണ്ട്. ഒന്ന് അങ്ങിയത് പെണ്ണ് വീട്ടിൻ്റെയോ ചെക്കൻ്റെ വീട്ടിൻ്റെയോ. ഇത് എൻ്റെ പെണ്ണ് വീട്ടിൻ്റെ സാരിയാണ്. പെണ്ണ് വീട്ടിൻ്റെ സാരിയും ചെക്കൻ്റെ വീട്ടിൻ്റെ സാരിയായിട്ടും വലിയ മാറ്റമൊന്നും ഇല്ല. ഞാൻ ആ സമയം നമുക്ക് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു വെച്ചിട്ട് എടുക്കാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞു വിചാരിച്ചു. പക്ഷെ അന്നേരം വാട്സപ്പ് കോളിൽ അറിയില്ല, അന്നേരം നമുക്ക് അങ്ങനെയൊന്നും ഇല്ലാന്ന് ഒന്നും അറിയില്ല അതിനെപ്പറ്റിയൊന്നും. അപ്പോൾ ഇതാണ് ഇങ്ങനെ ചെക്കൻ്റെ വീട്ടുകാരെടുത്ത സാരി. ഇത് ചുവപ്പ്, ചെക്കൻ്റെ വീട്ടുകാർ പറഞ്ഞാൽ ആരാന്നറിയില്ല, അവരെടുത്ത സാരി നിങ്ങളെന്നെ. ഇത് ഭയങ്കര കനവുണ്ട്. അതല്ല ഇത് ഇതിൻ്റെ ഇതുണ്ട, ഇത് ഒന്ന് തന്നെ കേട്ടാ. ഇത് ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് ലേഖിച്ചാന്ന് തോന്നുന്നു, ഇഷ്ടപ്പെട്ടിട്ട് ഓള് ഇങ്ങനത്തെ വർട്ട് നമ്മളെ വീട്ടിൽ പിന്നെ നല്ല സെലക്ട് ചെയ്ത് ലേഖിച്ചാണ്.
അത് രണ്ടും ഒരുപോലെ ഉള്ളത് കേട്ടോ, അതെ, ഒരു അതുകൊണ്ട് മാറ്റമില്ല. ഞാൻ മാറ്റ് സാരി ഉടുത്തിട്ട് വലിയ മാറ്റമൊന്നും തോന്നിയിട്ടില്ല. ഇത് ഒരേ ഒരു കളറായതുകൊണ്ട് ഇന്ന് ഏതാ കൊടുക്കുന്നത്? ഇന്ന് ഞാൻ ഇതാ കൊടുക്കുന്നത്. കാരണം വെച്ചാൽ ഇത് കനവും കുറവാന്ന്, പിന്നെ ഇതിന്റെ ബ്ലൗസാണ് ഞാൻ ഇതാക്കി വെച്ചിട്ടുള്ളത്. ലൂസാക്കിയത്. ഇത് ഓക്കെ ഇന്നൊക്കെ എപ്പം കൊടുക്കാം. കവിനെ ഫോൺ വിളിച്ചു ചോദിക്കുന്ന കാര്യം പറയുമ്പോൾ കവി വിളിച്ചാൽ എങ്ങനെയാണ് കവി ഇതിനെ വിളിച്ചാൽ? വിളിച്ചാല് ഞാൻ ഫോൺ എടുക്കൽ കുറവാണ്. കവി കല്യാണത്തിന് മുമ്പ് നമ്മൾ ഫോൺ വിളിച്ചാലൊന്നും കവി എടുക്കില്ലേ, എപ്പം എടുത്തു നമ്മളിങ്ങനെ പറയാൻ വേണ്ടി വിളിക്കുമല്ലോ, പക്ഷെ എടുക്കുക എന്നിട്ട് എന്നാ പറഞ്ഞതെന്ന് വെറുതെ. അപ്പോൾ എന്നിട്ടില്ലേ കവി ഇപ്പം എന്തായി പറയാം, കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്തായി കവി? പേര് തിരിച്ചിട്ടാണ്. വിജയേട്ടന് പുറത്തു പോയാൽ ഞാൻ എന്തോളം വിളിക്കും, വിജയേട്ടന് എടുക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ അത് നീ അന്ന് ഒരു വർഷം എന്നെ കൊണ്ട് വിളിച്ചിട്ട് നീ എടുക്കണമെന്നില്ല, ഒരു വർഷം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അപ്പുറം ഇപ്പുറം ലവ് ആയിട്ട്. അപ്പോൾ ഒരു വർഷം നീ ഞാൻ വിളിച്ചിട്ട് നീ ഫോൺ എടുത്തിട്ടില്ലല്ലോ. അത് അങ്ങനെയല്ല, നമ്മളെ വീട്ടിലെ കുറെ അച്ഛനും അമ്മ ഏട്ടന്മാരും എല്ലാവരും ഉണ്ടാകുമ്പോൾ നിങ്ങളിങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ സംസാരിച്ചൊരു മടിയായ കൊണ്ടും അതുകൊണ്ടാണ്. നമ്മളാണെങ്കിൽ ഇങ്ങനെ എന്നപ്പോ ഇങ്ങനെ സംസാരിക്കേണ്ട കൊതി കൊണ്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും പോയി വിളിച്ചോണ്ടിരിക്കും, ചോട്ടാ എടുത്ത് ഞാൻ ആടത്തേക്കെല്ലാം വരുന്നതാണ്. അപ്പോൾ അത് ആ ഒരു വർഷം ഞാൻ വിളിച്ചെടുക്കാതെ എൻ്റെ ശിക്ഷയാണ്. പിന്നെ ഞാൻ വിളിച്ചിട്ട് എടുക്കാതെ കേട്ടാ. എല്ലാ വീട്ടിലെയും ഒരു അവസ്ഥ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്നുവെച്ചാൽ എല്ലാ വീട്ടിലും അൽമാര ഉണ്ടാവും. ഇങ്ങനെ അൽമാരക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്ട് ഈ രണ്ട് കള്ളിയും ഈ കള്ളിയും എല്ലാം ഇവർ തേക്കും. ഭർത്താവിൻ്റെ കള്ളി എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിതാ കഴിഞ്ഞ് എൻ്റെ കള്ളിയായിരുന്നു അല്ലേ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ നിങ്ങളെ ഡ്രസ്സ് മാത്രമേ നോക്കുന്നത്. നമുക്ക് അലമാരയില് നമ്മളെ ബെഡ്ഷീറ്റുകൾ, പുതപ്പുകൾ, ബ്ലാങ്കറ്റുകൾ ഇതെല്ലാം വെച്ചിട്ട് വേണം നിറയ്ക്കാൻ. നിങ്ങൾ നോക്കുന്നില്ലല്ലോ. ഇല്ല, അല്ല നമ്മുടെ എല്ലായിടത്തും ഇങ്ങനെ ഇട്ടില്ലേ, നമ്മൾ കഷ്ടകാലത്തിന് ഇത്രയല്ലേ ഉള്ളൂ. ഇതിനകത്ത് ഒന്ന് എടുത്ത് ആവശ്യത്തിന് എടുത്തുമ്പോൾ ഒന്ന് അങ്ങോട്ട് ടൈപ്പ് ചെയ്യും, ഇങ്ങോട്ട് ടൈപ്പ് ചെയ്യും. അപ്പം അതിന് കേൾക്കുവാൻ വേണം എന്ന് വെച്ചാൽ എല്ലാ അടിപിടിയും കൊണ്ട് ഇട്ട് വേണ്ടിട്ട് അത് കേൾക്കണം. നമ്മൾ ആളുകൾ അനുഭവിക്കുന്ന വേദനകൾ ആരോട് പറയാം. ഡ്രസ്സ് എടുക്കുമ്പോൾ ഒന്ന് എടുക്കണമെങ്കിൽ എല്ലാം വലിച്ചിട്ടിട്ട് കിട്ടിയത് എടുത്തിട്ട് പോകും. ഇത് ബാക്കി നമുക്കല്ലേ പണി. ഇത് ഞാൻ പറയണേ, ആർക്കങ്ങനെ കണ്ടിട്ടാണ് പറയണേ. എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ ആയിരിക്കും തോന്നുന്നത്. അങ്ങനെ തന്നെയാണെന്നൊന്ന് പറയണേ. വിജയേട്ടൻ ഇതല്ലേ? അത് അന്ന് അതെടുത്താ ആണുങ്ങൾക്ക് പിന്നെ എന്താ ഒരു വെള്ളമുണ്ടു വെള്ള ഷർട്ടും കാട്ട് ഷർട്ട് ഇല്ല, ഒരു ഉളിച്ചല്ല ഷർട്ടേക്കും കല്യാണത്തിന്റെ. ഇതിൻ്റെ ഉള്ളിനായിട്ട് തിരിയുന്നില്ല കേട്ടാ. നമുക്ക് പുറത്ത് വിജയേട്ടന് മുണ്ട് കൊടുക്കാൻ അറിയായിട്ട് ബെൽറ്റ് ഇട്ട് മുറുക്കി കെട്ടിട്ടാ. എന്നിട്ടില്ലേ ബെൽറ്റ് ഇട്ട് മുറുക്കി കെട്ടിയേ. മുറുക്കി കെട്ടിയിട്ട് പിന്നെ കെട്ടയക്കാനുള്ള സാഹചര്യം ഇല്ലല്ലോ. രാവിലെ ഈ വീട്ടിൽ നിന്ന് പോയതാണേ, വൈകുന്നേരം മൂത്രമൊഴിക്കാനായിട്ട് പോയെന്നില്ല. അങ്ങനെയല്ല, നമുക്കെന്താ ചമ്മലായിട്ട് വയ്യ തിരിച്ചു വേണ്ടി ഒരു നോക്കുമ്പോൾ എനിക്ക് വേനയായിട്ട്. അപ്പോൾ ഞാൻ മാറ്റിയിട്ടില്ല, ഞാൻ വയ്യ മാറ്റാം. വിജയേട്ടൻ ആദ്യം മാറ്റാൻ പോയിട്ടുണ്ട്. വിജയേട്ടാ സിംഗനോട്ട് പൊട്ടിക്കിട്ട് വാ നോക്കറാ. വിജയേട്ടാ മതി, വയറ് പിടിച്ച കേട്ടോ. വയറ് കുറച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടാ. വയറ് പിടിച്ച് ഇത്ര പോലെ ഉണ്ടാട്ടാ. ടൈറ്റാ ഫുള്ളൊന്ന് നോക്കിട്ടെ. കയ്യിൽ നോക്കി. അല്ല മുണ്ടിട്ടാ. മുണ്ടിട്ടില്ല, മുണ്ടിടാ. അല്ല ഇത് നോക്കി, ഈ കയ്യെല്ലാം നോക്കി ഇങ്ങനെ ടൈറ്റ് ഉണ്ട്. അപ്പോൾ 10 കൊല്ലം മുമ്പ് ഇങ്ങനെ ഉണ്ട് കേട്ടോ ടൈറ്റ്, വയറത്തെ പോലെ. മാല, തുളസി മാല കെട്ടലാന്ന്. പൂ കെട്ടാൻ എന്നെ അമ്മ പണ്ടേ പൊന്നമ്മ പഠിപ്പിച്ച കൊണ്ട് എനിക്ക് ഇത് പണിയൊന്നുമില്ല. വേഗം കെട്ടും ഞാൻ. ഇത് എടുത്തു നോക്കില്ലേ അല്ലേ, ഞാൻ വെച്ച് കെട്ടലുണ്ട്. അല്ല അവനെ പറയാം, ഇതൊരു മാല ഇടുന്ന പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫോട്ടോൻ്റെ അതുപോലെ ആവോടി കവിനി. ആവോന്ന് അറിയില്ല ചേട്ടാ, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അതൊരു നമ്മളെ ഒരു ആഗ്രഹമല്ലേ. ഏവരും കാത്തുനിന്ന ചെറുക്കനും പെണ്ണും ഇതാ വേദിയിലേക്ക് പ്രവേശിക്കുകയാണ് സുഹൃത്തുക്കളെ. വയറ് കുറച്ച് ചാടിയിട്ടുണ്ട്, ഇറുക്കി പിടിച്ചിട്ടുണ്ട്. അതെ, സെറ്റല്ലേ? സാരി എങ്ങനെയല്ലോ ഇട്ട് വൃത്തിയാന്നിട്ടാ. കല്യാണ സാരി ആയതുകൊണ്ട് അങ്ങ് പിടിച്ചാൽ കിട്ടുന്നില്ല. അല്ലെങ്കിൽ സാരി കൊടുക്കാൻ അങ്ങനെ ഇത് ഉടുത്തിട്ട് നിന്നെ പിടിച്ചാൽ കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു ഇതിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ഇങ്ങനെയുള്ളത് ഇത് എൻ്റെ കല്യാണ സാരി. ഇത് എൻ്റെ താലിങ്ങനെ വീണിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ആയിട്ടില്ല. പിന്നെ കുറച്ച് ടൈറ്റ് ഉണ്ട്, കുഴപ്പമില്ല. അപ്പം ഇങ്ങനെയുള്ളത് ഈ വിരലിങ്ങനെയല്ലേ ഇങ്ങനെയാന്ന് നമ്മൾ പിടിച്ചിട്ട് അമ്പലം ചുറ്റിയത്. അമ്പലത്തിലല്ലേ ബേക്കോട്ട് കുറേ പൂച്ച നടന്നിട്ടുണ്ട്, ചവിട്ടിപ്പോറ് നമ്മളങ്ങോട്ട് നടന്നാൽ ബേക്കോട്ട് ടൈപ്പ് അതാണ്. അപ്പോൾ ഇങ്ങനെ ആയിട്ടാണ് ഉള്ളത്. നമ്മൾ എല്ലാം ഇട്ടിട്ട് ഇങ്ങനെയുള്ളത്. ഇനി നമുക്ക് മുന്നിൽ നടക്കും, ഞാൻ നിങ്ങളെ കൈ പിടിച്ച് ആർക്ക് ഇപ്പം നടക്കണോ ബേക്കോട്ട് നടന്ന പൂച്ച ചവിട്ടിപ്പോൾ. അപ്പോൾ നമുക്ക് വീഡിയോ ഒരു ഫോട്ടോഗ്രാഫർ ഒരു വന്നിട്ടുണ്ട്, നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ അമ്മ ഇപ്പോൾ താഴെയുള്ള അമ്മീനെ ഇങ്ങോട്ട് വിളിക്കാം. എന്ന് വെച്ചാൽ അങ്ങോട്ട് വിളിക്കാൻ നമ്മളെ കുട്ടി കിടന്നിട്ടുണ്ട്, അതുകൊണ്ട് അമ്മേനെ ഇങ്ങോട്ട് വിളിക്കാം. അമ്മ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കാം. അങ്ങനെ ഒരു
നസീറികളെ നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം. അതെ, ഇത് ഇങ്ങനെ ഉണ്ട് കേട്ടോ, മാല കോർത്ത് വെച്ചിട്ടുണ്ട്. മാറണ്ടേ? മാറണേ ഓടുന്നു അങ്ങനെ രണ്ടാമത് ആക്കരുത്. ഇങ്ങനെ താലി കിട്ടുന്നില്ലല്ലോ അല്ലേ, ഇടാല്ലേ? എന്തെല്ലാം പൂതികളല്ലേ ഇവർക്ക്. പോവാ, അമ്മേനെ വിളിക്കാം. അമ്മ ഇപ്പം വരും. ഇതെന്നാ കവി ഇത്രപ്പാടായ കവി എൻ്റെ മുടി, എൻ്റെ മുടി കുറേ ആയിട്ടാ. നിങ്ങൾക്ക് മുറിക്കാം ഒരാൾ പറയുന്നുണ്ട്. ബൊക്കെ ഉണ്ടാ? ബൊക്കെ ഉണ്ടല്ലോ പറയും പോലെ. ഇത് നമ്മൾ കാഞ്ഞങ്ങാട് ഇപ്പോൾ ലാസ്റ്റ് ഇനാഗ്രേഷൻ പോയ സമയത്ത് ഒരാഴ്ച മുമ്പ് കൊണ്ടുവന്ന ബൊക്കെ കേട്ടാ. ഒന്നും ആയിട്ടില്ല. ബൊക്ക പ്ലാസ്റ്റിക്കിൻ്റെ കേട്ടോ. ബൊക്കയിൽ ഇപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ വരാൻ തുടങ്ങി കേട്ടോ. നമുക്ക് നല്ലുണ്ട്. ഞാൻ നമ്മളൊരു സ്ഥലത്ത് വേറെ ഇങ്ങനത്തെ കിട്ടിയിരുന്നു, പക്ഷെ അത് പോവാണ്. അപ്പോൾ നമുക്ക് അമ്മേനെ വിളിക്കാം. അമ്മ വരുന്നുണ്ട്. ഋതു പാ, ഇന്ന് കിട്ടൂല. അമ്മ നമ്മൾ രണ്ടാളെയും അമ്മ ആശീർവദിക്കണം. അമ്മ അങ്ങനെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഇവിടെ നമുക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു. അമ്മ അനുഗ്രഹിക്കണം. അമ്മ അനുഗ്രഹിക്കണം. എങ്ങനെയുണ്ട് എന്ത് തയ്യാറല്ലേ മക്കളെ? എങ്ങനെയുണ്ട് അമ്മക്ക് പഴയ ഓർമ്മ വന്ന? പഴയ ഓർമ്മ വന്നു. എനിക്ക് കർണാടകത്തിന്ന് കേസരി വത്ത് നുള്ളി തിന്നുന്ന ഓർമ്മ വന്നു. അതെ, എങ്ങനെയുണ്ട്? നല്ലായിട്ടുണ്ട്. സാരി ഉടുത്തിട്ട് മാലയെല്ലാം കെട്ടി സാരി എടുത്തിട്ട് നല്ല സാരി, നല്ല ഭംഗിയുള്ള സാരി. എന്റെ മോന്റെ ഡ്രസ്സും അന്നത്തെ ഡ്രസ്സ് എന്റെ മോൻ വലുതായില്ലേ, അന്ന് കുഞ്ഞല്ലേ, 10 കൊല്ലം വലുതാവല്ലേ ഇത്. അപ്പൊ താടി വന്നു, മീശ വന്നു. എന്റെ മോനെ അന്നത്തെ മോനെ കണ്ടാൽ ഇത് തിരിയില്ല. അതെ 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 അതെ, അങ്ങനെ തന്നെ എന്റെ മോളും ഒരുപാട് മാറ്റം വന്നില്ലേ, തിരിയില്ല ആർക്കും. അതെ, പിന്നെ 2 മക്കളെ അമ്മയല്ലേ. അപ്പൊ അവന്റെ മോനെ എണീറ്റില്ല അല്ലേ? ഇപ്പൊ കണ്ട അങ്ങനെ പറയാമേ? ഇല്ലപ്പാ, പറയുന്നില്ല. ഓരോ ആഗ്രഹങ്ങൾ. അതെ, ഓരോ ആഗ്രഹങ്ങൾ. കഴിഞ്ഞ ഒരു 4 വർഷം മുമ്പ് നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. അന്നേരം നന്നായിട്ട് കേട്ടീന്. നമുക്ക് ഇഷ്ടായി. അമ്മ ഇഷ്ടായി. പിന്നെ ഞാൻ ഇന്ന് ഒറ്റക്ക് എടുത്ത സാരി എങ്ങനെ? അതെ, കുഴപ്പമില്ല, നല്ല വൃത്തി. ഇത് ഉടുക്കാൻ ഭയങ്കര പണിയാണ്. ഇവിടെ എങ്ങനെ ഇത് ഉടുത്ത് തീർത്തുന്ന എനിക്കും അറിയില്ല എങ്ങനെയാ ഉടുത്തത്. ഒരു സാഹചര്യത്തിലായി പോലെ ഇവിടെ ഒരു മുള്ളൂത്തി കുത്താൻ വേണ്ടി ഞാൻ വിട്ട പാടാൻ എനിക്ക് അറിയില്ല. കുത്തി കൊടുക്കാൻ പഴയ മോഡലാണ് ഇങ്ങനെ നെരി വരണ്ടേ, ഇതെല്ലാം എങ്ങനെയാ വന്നിരുന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് എടുത്ത് വൃത്തിയാണ്. അല്ല, അന്നേരം ബ്ലൗസിന്റെ ബേക്ക് കണ്ട ഇങ്ങനെ വെച്ചിനട്ടാ. അന്നത്തെ മോഡല്, അന്നത്തെ ബ്ലൗസിന്റെ മോഡലായത് ഇങ്ങനെ. ഇപ്പൊ ഫുള്ള് ഇങ്ങനെല്ലാം ആക്കിയിട്ട് എന്തെല്ലോ മോഡൽസ് എല്ലാം ഉണ്ട്. അന്നേരം ഇത്രയുള്ള കയ്യാന്ന് അടിച്ചിന്, അതാന്ന് ഇത്. ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ കൈ അടിക്കലില്ല. ഉജ്ജല വീട് കറക്റ്റ് പറഞ്ഞ പെരളശ്ശേരി. കവി 7ാം മാസല്ലേ? കവി 7ാം മാസത്തില് അടിപൊളിയായിട്ട് എടുത്തിരുന്നു കേട്ടോ. അത് അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വെഡിങ് ആനിവേഴ്സറി അല്ലേ, നമുക്കൊരു ഫോട്ടോ എടുത്താലും ചോദിച്ചു. ഓൻ വന്നു. അപ്പോൾ അവനൊരു സന്തോഷമായിട്ടാ നമ്മളിങ്ങനെ ഡ്രസ്സിൽ. അതെയാ, ഓൻ പറഞ്ഞ കേട്ടോ ഈ ഡ്രസ്സിൽ തന്നെ നിന്നോട്ട് പറഞ്ഞാൽ ഇങ്ങനെയല്ല താത്തിട്ട്. അപ്പോൾ ആരെങ്കിലും വീഡിയോ ഫോട്ടോഗ്രാഫി എല്ലാം കല്യാണം എല്ലാം പരിപാടിയില്ലടാ. ഹെവൻ വെഡിങ് ആരെങ്കിലും ആവശ്യമുണ്ടോ കോൺടാക്ട് ചെയ്തു. നല്ല അടിപൊളി വീഡിയോഗ്രാഫർ കേട്ടോ. ഭൗതി സന്തോഷമല്ലേ? ചേട്ടനെ പോലെ ഒരു അടിപൊളിയായിട്ടുള്ള ഭർത്താവിനെ കിട്ടിയോണ്ട് സന്തോഷമല്ലേ? പിന്നെ എന്താ അങ്ങനെ? പക്ഷേ നീ സത്യം പറയില്ല, ഒരു കാര്യം ഞാൻ ചോദിക്കില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഈ കല്യാണം കഴിച്ച് വരുമ്പോഴേ, ഇത് വീഡിയോ എടുക്കണ്ട, കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേ സത്യത്തിൽ ഇതോളത്തെ അടിപൊളി ചെക്കനെ എങ്ങനെ വിചാരിച്ചാ? അങ്ങനെയല്ല, അങ്ങനെ സൂപ്പർ ചെക്കനെ വിചാരിച്ചാ കണ്ടാ അറിയാലോ. ഓക്കെ ബ്രോ, എങ്ങനെയാ നമ്മൾ നിൽക്കണ്ടേ? ഞാൻ കല്യാണം കഴിയുന്ന സമയത്താണ് ഇതോടെ ഫോട്ടോ എടുക്കും. മരണച്ചമ്മലിനെ എൻ്റെ പൊന്നെ. ഇപ്പം നമ്മൾ പരിചയമുണ്ടല്ലോ, അന്നേരം അങ്ങനെ നമുക്ക് അടുത്തിട്ട് ഇങ്ങനെ ഇതല്ല ഞാൻ ഗീടം മറ്റേ ഇതാകുന്നുണ്ടോ? കുഴപ്പമില്ല. ഫേസ് എങ്ങനെ എങ്ങനെ നോക്കി?
പോർന്ന് ഫേസല്ലേ അടുപ്പിക്കാൻ പറയുന്നത് ഇങ്ങനെ വേണം. ഇങ്ങനെയാ ഇങ്ങനെ ഇങ്ങനല്ലേ ഫേസ് എങ്ങനെയാ അടുപ്പിക്കോ ഇങ്ങനെയാ ഓ ഇങ്ങനാ എന്നോ എങ്ങനെ അടുപ്പിക്കോ പോർന്ന് ഞാൻ അടുപ്പിക്കാം, നിങ്ങൾ അതൊന്നും എഴുതാം. അമ്മയൊന്നും പറയുന്നില്ല എന്റെ സന്തോഷം അമ്മേന്റെ സന്തോഷം വരൂ നല്ല വൃത്തിയുടെ അപ്പൊ ചെറുപ്പേരി കുറച്ച് ഫോട്ടോ എടുത്തില്ലേ ശരി ഇപ്പോഴത്തേക്കും ഈ ബൊക്കെ കുറച്ച് മതി. ഇതിങ്ങനെ ആയിട്ട് ഇതിങ്ങനെ കുറച്ചാൽ മതി. കുറച്ച് ഇങ്ങോട്ട് ചേർന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ 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 ഓരോ നോക്കിയിട്ട് ഇങ്ങനെ ലേഡീസ് ഇങ്ങനെ മുട്ടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല ഇവിടെ സ്ഥലമില്ലടാ അടക്കേ കുറച്ച് അങ്ങോട്ടേക്ക് ഇത് ഇങ്ങനെയൊന്നല്ലടാ കുറച്ച് ഇങ്ങോട്ടോ ഇവിടെ ചാറുന്ന ഈ മരത്തിന് ചാറുന്ന ഇപ്പൊ കല്യാണം കഴിക്കാൻ നന്നായി പണ്ട് കഴിച്ചോണ്ടെന്നായി അറിയാം ഒന്നും ഈ ബുദ്ധിമുട്ടുണ്ടായില്ല ആ അതിനെ അതിനെ അങ്ങോട്ടേക്കാ അങ്ങോട്ടേ കൈ വെച്ച് ഉറക്കിയേ ഈ പ്രാണൊക്കെ ഇങ്ങനെ നോക്കുന്ന നല്ല ചിരിച്ചോണ്ട് പൊട്ടിച്ചിരിക്കുക. ഇവളെന്തിനാണ് ഇങ്ങനെ നോക്കുന്നത് ഒന്ന് ക്യാമറ വയ്ക്കേ വിജോൺ ക്യാമറ വയ്ക്കേ രണ്ടാൾ ക്യാമറ വയ്ക്കേ തിരിച്ച് ഒന്ന് നടന്നു കഴിക്കാം രണ്ടാൾ പിന്നെ 2 പ്രാവശ്യം നടന്നില്ല ഇത് നല്ല സംസാരിച്ചോ ക്യാമറ കണ്ടേ ചോറിന് കറി അയ്യോ ഗസ്റ്റ് കണ്ടാകുന്നില്ല ഉജ്ജ്വല അടിപൊളിയായിരുന്നു കേട്ടാ. ഞാൻ വിചാരിക്കാത്ത കുറെ ഷോട്ടുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ഈ സിനിമയിൽ താല്പര്യമുള്ള ആൾക്കാരായതുകൊണ്ടല്ലേ ഈ ഷോട്ടുകൾ എപ്പോൾ നമ്മൾ ഒരാൾ എടുക്കുമ്പോൾ നമ്മൾ കാണും ഇതൊരു ഇവൻ നല്ലൊരു വർക്കറി നാളെ കേട്ടോ. ഓക്കെ സെറ്റാ സെറ്റല്ലേ പിന്നെ ഏതെല്ലാം അയച്ചു നോക്കട്ടെ ഒരുമിച്ച് എനിക്ക് കുറച്ചും കൂടി 2-3 എടുത്തിട്ട് നമുക്ക് മതിയാക്കാം. ആണോ ആ മുണ്ട് പിടിച്ചോ മുണ്ട് കിട്ടും തല കിട്ടുന്നില്ല തല കിട്ടും മുണ്ട് കിട്ടും ഓക്കെ അല്ലേ ഓക്കെയാണ് സെറ്റാ. നല്ല ചിരിച്ചോ ഓക്കെ റെഡി ആ തിരിച്ചേ ഞാൻ പറയുമ്പോൾ അങ്ങനെ തന്നെ പിടിച്ചിരിക്കണം ആറോ. ഓക്കെ റെഡി മാറ്റി തിരിച്ചത് തിരിച്ചോ. ഫോട്ടോഷൂട്ട് പരിപാടി കഴിച്ചു നോക്കുമ്പോ കവിനിലെ കൊല്ലം നോക്കി വാടി തളർന്ന് താളുന്നുണ്ട് കല്യാണം അന്നത്തെ ദിവസത്തെ കാട്ടി അതേ ക്ഷീണായി ഇന്ന് വെള്ളം പോലെ കുടിക്കാം വേണ്ടതാനും അല്ലേ. ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ പഴയ ഒരു ഓർമ്മ നമ്മൾ പുതുക്കിയതാണ്. ഒരൊന്നുമില്ല അങ്ങനെ മാത്രമേ ഉള്ളൂ കേട്ടോ അത്. അപ്പോൾ എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരാൻ അതില്ലായിരിക്കും. ബൈ.